ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒട്ടുമിക്ക എല്ലാ ദിവസവും പ്രോഫിറ്റിലാണ് ഉണ്ടാവുക. കാരണം അവർ കൂടുതൽ അനലൈസ് ചെയ്യുകയോ മാർക്കറ്റിനെ പറ്റി പഠിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവരൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 7 ട്രേഡും പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഒരു 7 ട്രേഡ് നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ തരും, ആ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ. പക്ഷെ നമ്മൾ ലൂസ് ചെയ്യുന്ന ആ ഒരു 3 ട്രേഡ് ഉണ്ടല്ലോ, ആ ഒരു 3 ട്രേഡിൽ നമ്മൾ ബിഫോർ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം വാഷ് ഔട്ട് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇത് ബിഗിനേഴ്സിന് മാത്രമല്ല, ഇത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉള്ളതാണ്. ഇവിടെയാണ് മെയിൻ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് പ്രൈസ് ആക്ഷൻ ആണ് കിങ് എന്നും അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് കിങ് എന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു ട്രേഡിങ്ങിലെ മെയിൻ ആയിട്ടുള്ള കിങ് എന്ന് പറയാനുള്ളത്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ട്രേഡ് പ്രോഫിറ്റ് ആയാലും നമ്മൾ ഒറ്റ ട്രേഡ് മതി നമ്മൾ ബിഫോർ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം 0 ആയി പോകാൻ വേണ്ടി. ഓക്കെ, അപ്പം എനിക്കറിയാം ഇതുപോലത്തെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പലരും പെയ്ഡ് കോഴ്സിലാണ് ഈ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഒരു എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്നും ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാമെന്ന് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഒട്ടും സമയം വേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമുക്കറിയാം നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഫേസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ലോസ്, ഇല്ലെങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, ഇതിന്റെ മിഡിൽ നമ്മൾ ഒരിക്കലും എക്സിറ്റ് ആവുന്നില്ല. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ 2 കാര്യവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ ലോസും കൺട്രോൾ ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റും കൺട്രോൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രോഫിറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് നമുക്ക് ലോസ് ആണല്ലോ, അതായത് നഷ്ടമാണല്ലോ ഇവരെന്ന്. ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ പ്രോഫിറ്റ് ഒരേ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ആദ്യം നോക്കാം എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു 1 ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾ ഒരു ട്രേഡിൽ ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എത്ര രൂപയാണ് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ തന്നെ നോക്കണം. ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ 1 ലക്ഷം രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു 1 ലക്ഷം രൂപയ്ക്കകത്ത് ഞാനിപ്പോ 2000 രൂപയാണ് എന്റെ ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാം? ഇപ്പൊ നമ്മളൊരു 150 ക്വാണ്ടിറ്റി ബൈ ചെയ്തെന്ന് വെച്ചോ. 150 ക്വാണ്ടിറ്റി ബൈ ചെയ്യുമ്പോൾ നമുക്ക് 2000 രൂപ ലോസ് ആകുമ്പോൾ നമുക്കൊരു 13 പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഓക്കെ, അതായത് നിഫ്റ്റിയിൽ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മളൊരു 13 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? നമുക്കൊരു 30-33 പോയിന്റ് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ 25 വരെ ടാർഗറ്റ് വെക്കാം. അപ്പൊ 1:2 to 1:3 മിനിമം നിങ്ങൾ റിസ്ക് റിവാർഡ്, അതായത് നിങ്ങൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. 1:2 ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇല്ലെങ്കിൽ ഒരു 1 മന്തിൽ എൻഡിലോ നമ്മളിപ്പോ ഒരു എല്ലാവരും ഓരോ രീതിയിലായിരിക്കും ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 1 മന്തിൽ പ്രോഫിറ്റ് ആണോ, ഇല്ലേ 6 മന്ത്, 3 മന്ത്, 1 ഇയർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ 1:3-2 ഒക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് 1:2-3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച പ്രീമിയം നമ്മൾ വിൽക്കുന്നത് എത്ര പൈസക്കാണ്? 130-നാണ്. നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് 90 രൂപയ്ക്കാണ്. ഇത് തന്നെ നിങ്ങൾ ഒരു 100 ട്രേഡിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ചില സമയങ്ങളിൽ 1:1 ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയാ, ഓവറോൾ നോക്കുമ്പോൾ നമ്മളൊരു 10 ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ആയി വെച്ചോ, നമ്മൾ വീണ്ടും ഒരു 10 ട്രേഡ് ലോസ് ആയി, എന്താണ് നമ്മുടെ പ്രോഫിറ്റ് മൊത്തം 0 ആയി. പക്ഷെ നമ്മളൊരു 1:3 ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ട്രേഡ് പ്രോഫിറ്റ് ആയിട്ട് 10 ട്രേഡ് ലോസ് ആകുമ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു ട്രേഡിൽ നമ്മൾ 2000 രൂപ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോഫിറ്റ് എടുക്കുന്നത് 6000 രൂപയായിരിക്കും. മനസ്സിലായില്ല? ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഗൈസ്, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഈ ഒരു 2 ദിവസമായിട്ട് നമ്മൾ അടുപ്പിച്ച് പ്രോഫിറ്റ് മേക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. 3ാമത്തെ ദിവസം നമുക്ക് എന്തായി, നമുക്കൊരു ലോസ് കിട്ടി. പക്ഷെ നമ്മൾ ആ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറല്ല. അവിടെയാണ് 90% ആൾക്കാരും ഫെയിൽ ആവുന്നത്.
നമ്മൾ എന്നാ ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു അന്ന് നമ്മളെ ട്രേഡിങ്ങിന്റെ ആ ഒരു രീതി തന്നെ നമുക്ക് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. കാരണം ഇന്നൊരു 2000 രൂപ ലോസ് വന്നു, ശരി ഇന്നത്തെ പരിപാടി ക്ലോസ് ആണ്, നമ്മൾ ഈ നെക്സ്റ്റ് ഡേയിൽ നോക്കാം എന്നുള്ള മൈൻഡാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, പ്രശ്നമില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് 2000 രൂപ ലോസ് ആയിട്ട് ആ ഒരു 2000 രൂപ ഇന്ന് കവർ ചെയ്തെടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ഈ ഒരു റിസ്ക് മാനേജ്മെന്റിൽ സീറോ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കാരണം നമ്മൾ ഇന്നത്തെ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും ഇന്നൊരു സെക്കൻഡ് ട്രേഡ് എടുത്തു. നമ്മൾ ഒരു ദിവസത്തെ ലോസ് ലിമിറ്റ് 2000 ആണ്, സെക്കൻഡ് ട്രേഡ് എടുത്തു. സെക്കൻഡ് ട്രേഡിൽ നമ്മൾ എന്തായി, നമുക്ക് അതും ലോസ് ആയി, 4000 രൂപ ലോസ് ആയി. മൂന്നാമത്തെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ലോസ് ഒക്കെ കവർ ചെയ്തു വന്നു. ഈ ഒരു 4000 രൂപ ലോസ് ആയത് കവർ ചെയ്തു വന്നു, ഓക്കെ, ഈക്വലായി. നമ്മളപ്പോ എന്താണ് വീണ്ടും ഒരു ട്രേഡ് ചെയ്യാം. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തു, നമുക്ക് അന്ന് ദിവസം 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ പ്രോഫിറ്റ് വന്നു. ഓവറോൾ നമ്മളൊരു 3000 റുപ്പീസ് പ്രോഫിറ്റ് വന്നു. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് എന്തായി, ഒരു 100x ആയി കോൺഫിഡൻസ്. ഇങ്ങനെ നമ്മൾ എന്നാൽ ലോസ് കവർ ചെയ്തല്ലോ. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം, നമ്മുടെ ആ ലോസ് അവിടെ തന്നെ കിടക്കുമായിരുന്നു, ശരിയല്ലേ? പക്ഷേ നിങ്ങൾ ഇതുപോലൊരു നെക്സ്റ്റ് ഡേ ഒരു ബാഡ് മാർക്കറ്റ് കണ്ടീഷനിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അതായത് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അന്ന് തീരും നിങ്ങളുടെ ക്യാപിറ്റൽ. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി, നമ്മുടെ മൈൻഡിൽ എന്താ, അന്ന് നമ്മൾ 4ാമത്തെ ട്രേഡിലാണ് ഈ ഒരു എല്ലാ ലോസും കവർ ചെയ്തെടുത്തത് എന്നുള്ളൊരു ചിന്താഗതി വരും. അപ്പൊ നമ്മൾ എന്തായി, വീണ്ടും ട്രേഡ് ചെയ്യും. 2ാമത്തെ ട്രേഡ് ലോസ് ആയി 4000, 3ാമത്തെ ട്രേഡ് ലോസ് ആയി 6000, ഓക്കെ, 4ാമത്തെ ട്രേഡ് ലോസ് ആയി 8000. മനസ്സിലായില്ലേ? അപ്പം ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു 8000 രൂപ ഒരു ദിവസം ലോസ്, നിങ്ങൾ ആ ഫസ്റ്റ് ട്രേഡിലെ അവിടെ എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ ലോസ് വരുമായിരുന്നു. പക്ഷെ വീണ്ടും നമ്മൾ ചിന്തിക്കും, 2000 രൂപയെങ്കിലും നമുക്ക് ഒരു 4000 രൂപയെങ്കിലും കുറച്ചിട്ട് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ വീണ്ടും ഓവർ ട്രേഡ് ചെയ്ത് നമ്മൾ പ്രീവിയസ് ഉണ്ടാക്കിയ പ്രോഫിറ്റും പോവും. അതുപോലെ നമ്മുടെ ക്യാപിറ്റലിന്റെ ഒരു പകുതി നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം കളയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇത് എക്സ്പയറി ഡേ ഒക്കെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപിറ്റൽ സീറോ ആവുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം ലിമിറ്റ് വെച്ച് ട്രേഡ് ചെയ്യുക, ലിമിറ്റ് വെച്ച് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. അതായത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എപ്പം ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നോ അന്ന് നിങ്ങൾ പ്രോഫിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കും. കാരണം നമ്മൾ ഇത്ര പ്രോഫിറ്റ് വന്നാൽ എക്സിറ്റ്, ഇത്ര ലോസ് വന്നാൽ നമ്മൾ എക്സിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ എക്സിറ്റ് അക്സെപ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ട്രേഡിംഗ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓവറോൾ നോക്കുമ്പോൾ പ്രോഫിറ്റ് ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു ദിവസം 2 ദിവസം പ്രോഫിറ്റ് കിട്ടി, ഓക്കെ, വീണ്ടും ഇവിടെ 2 ദിവസം ലോസ് ആയി. അപ്പൊ ഒരു ആഴ്ചയിൽ നമ്മൾ എന്താണ്, ഇല്ലെങ്കിൽ നമ്മൾ ഒരു 4 ദിവസം 2 ദിവസം പ്രോഫിറ്റ് കിട്ടി, 3 ദിവസം 4 ദിവസം നമ്മൾ ലോസ് ആയി. നമ്മൾ ഒരാഴ്ച നോക്കുമ്പോൾ നമ്മൾ ലോസിലായിരിക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് എടുത്തെടുത്ത് വരുമ്പോൾ നമ്മൾ 1:3 ഇല്ലെങ്കിൽ 2 ഫോളോ ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദ എൻഡ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ലോസിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. റെയർ മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രമേ ആ ഒരു സിറ്റുവേഷനിൽ വരാറുള്ളൂ. പക്ഷെ അതുപോലുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ അതൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് വന്ന് ഈ ഒരു ലൈവ് മാർക്കറ്റിലൊക്കെ ഒറിജിനൽ ഫണ്ട് ഇട്ട് കളിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഫ്രീ മണിയാണ്. ഇതുപോലെ നിങ്ങൾ കയ്യിലുള്ള പൈസ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു സ്ട്രാറ്റജിയും ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിലുള്ള പൈസ ഒറിജിനൽ മണി വെച്ച് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നമ്മളെ ഇമോഷൻസ് കറക്റ്റായിട്ട് വർക്ക് ആകാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ 1000 രൂപ ലോസ് വരുന്നുണ്ടെങ്കിൽ 1000 രൂപ കട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ട്രേഡിങ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു 90% ആൾക്കാരാണ് ഈ ഒരു ഓപ്ഷൻ ട്രേഡിൽ ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒരു 10 to 5% മാത്രമാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി അതുപോലെ സ്ട്രോങ് ആയിരിക്കണം, നമ്മുടെ ഡിസിപ്ലിൻ അതുപോലെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റൂ. ഓക്കെ, നമുക്കറിയാം നമുക്കൊരു ഡോക്ടറേറ്റ് പഠിച്ച് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 to 7 വർഷമൊക്കെ എടുക്കും. അതിനേക്കാളും പൈസ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. അപ്പം ഇതിന് നമ്മൾ അത്രത്തോളം ടൈം കൊടുക്കണം, അത്രത്തോളം പഠിക്കേണ്ടതുണ്ട്, സ്കില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ആക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിലോട്ട് വരല്, സീറോ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1 lakh ആണ് ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനകത്ത് ഒരു 30,000 മാത്രം ട്രേഡ് ചെയ്യാം, ബാക്കി പൈസ അവിടെ ബാക്കപ്പ് ആയിട്ട് വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ 1 lakh നമുക്ക് 2 ലോട്ട് വരാം, മാക്സിമം 2 ലോട്ട് വരെ നമുക്ക് 1 lakh ട്രേഡ് ചെയ്യാവുന്നതാണ്. ചിലവരെന്താ ചെയ്യുക, 1 lakh നമുക്കൊരു 1 lakh ട്രേഡ് ചെയ്യും. അവിടെയാണ് ഏറ്റവും വലിയ റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ 1 lakh ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1 lakh പ്രോഫിറ്റ് വരും, 2 lakh ചിലപ്പോൾ പ്രോഫിറ്റ് വന്നൊക്കെ വരും. പക്ഷെ അത് പിറ്റേ ദിവസം ലോസ് വരുമ്പോൾ അതുപോലെ ലോസ് വരും. ഒരു ദിവസം തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ സ്ട്രോങ് ആയി വരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ട്രേഡിങ്ങിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നു അത്രത്തോളം നിങ്ങൾ പ്രോഫിറ്റ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളത് മോസ്റ്റ് പവർഫുൾ ആണ് ട്രേഡിങ്ങിൽ. ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നു. ചിലവർക്ക് ഇത് 2 കൊല്ലം എടുക്കും, ചിലവർക്ക് 5 കൊല്ലം 10 കൊല്ലം എടുക്കും, ചിലവർക്ക് ഒരു 6 മാസം കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു മാർക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഒരു നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റി മാത്രം ചൂസ് ചെയ്യാം. ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്, ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ട് ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങളിപ്പോ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സെൻസെക്സിലും കൂടി ട്രേഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റിലോട്ട് എത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഫോളോ ചെയ്തെടുക്കാൻ വേണ്ടി പെടുന്ന പാട് അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ചെയ്ത് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാവുന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ 100 ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾ പറയാം, നിങ്ങളൊരു ട്രേഡിങ് നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലായ ഒരു ടോപ്പിക്കാണ് ഈ ഒരു റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓവർ ട്രേഡ്. ഇതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ വിന്നാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഇപ്പോൾ 1 lakh ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു ദിവസം 2K ട്രേഡ് 2K ലോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്ത് സിസ്റ്റം ഓഫ് ആയി പോയിക്കോ, ഒരു പ്രശ്നമല്ല. മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രേഡുകൾ വരും. ഓക്കെ, പക്ഷെ അതെന്താണ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് വേണം. നമ്മളൊരു പർട്ടിക്കുലർ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ മാത്രമല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 920 EMA ക്രോസിൽ മാത്രമേ ട്രേഡ് ചെയ്യുമെന്ന് വെച്ചോ, അത് 5 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റ് ഒക്കെ. അപ്പൊ നമുക്ക് ഒരു ദിവസം 1-2 ട്രേഡ് മാത്രമേ കിട്ടൂ, ഒരുപാട് ട്രേഡുകൾ വരില്ല. കാരണം ഒരുപാട് ക്യാൻഡിലുകൾ ഇങ്ങനെ വരില്ല. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു ക്രോസ് നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തു, പിന്നെ നമുക്ക് ഒരു ക്രോസ് ഓവർ ഇല്ല, നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലുള്ള ഹൈ പ്രൊബാബിലിറ്റി ഉള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികൾ കണ്ടുപിടിക്കുക, അതിൽ ട്രേഡ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നും ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.